വാർത്തയിലേക്ക് വിശദമായി. മന്ത്രി സജി ചെറിയാൻ വീഞ്ഞും കേക്കും പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിച്ചെങ്കിലും കേരള കോൺഗ്രസിന് മേലുള്ള സമ്മർദ്ദത്തിൽ ഇനിയും അയവ് വന്നിട്ടില്ല. സജി ചെറിയാന്റേത് മുന്നണി നിലപാടല്ലെന്ന് ജോസ് കെ മാണി പറയുമ്പോഴും മന്ത്രിയുടെ നിലപാടിനെ ശക്തമായി തള്ളിപ്പറയാനോ വിമർശിക്കാനോ തയ്യാറാകാത്തത് ആയുധമാക്കുകയാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. കേരള കോൺഗ്രസ് എമ്മും ജോസ് കെ മാണിയും വിഷയത്തിൽ ഉരുണ്ടുകളിക്കുകയാണെന്നാണ് ജോസഫ് വിഭാഗത്തിന്റെ ആരോപണം. തോമസ് ചാഴിക്കാടനെ സദസ്സിൽ വെച്ച് പരിഹസിച്ചതും ജോസഫ് വിഭാഗം ആയുധമാക്കുന്നു. ഇതിനെതിരെ പ്രതികരിക്കാത്തത് ഇടതുമുന്നണിയിൽ ഭയപ്പെട്ട് നിൽക്കുന്നതിന്റെ തെളിവാണെന്നായിരുന്നു മോൻസ് ജോസഫിന്റെ പ്രതികരണം. സജി ചെറിയാൻ വിഷയം മധ്യ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു വിഷയമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന കാര്യമാണ്, പ്രത്യേകിച്ച് ഇടതുമുന്നണിയിൽ കിടക്കുന്ന കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച്. എന്നോടൊപ്പം മോൻസ് ജോസഫ് ചേരുകയാണ്. ജോസഫ് ഗ്രൂപ്പിന്റെ മുതിർന്ന നേതാവ് കൂടിയാണ്. എങ്ങനെയാണ് ഇത് തിരുത്തി ഭാഗികമായി എന്ന് പറയുമ്പോൾ പോലും എങ്ങനെ ഇത് ബാധിക്കുമെന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, ഇത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത വളരെ മോശമായ ഒരു സമീപനമാണ് എൽ ഡി എഫിന്റെ ഭാഗത്തുനിന്നാണ്, എൽ ഡി എഫ് മന്ത്രിസഭയുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം ഇത് ഏത് സമുദായത്തോട് ചെയ്താലും ഇത്തരത്തിൽ ആക്ഷേപിക്കുന്ന ഒരു രീതി നമ്മുടെ കേരളത്തിൽ അംഗീകരിക്കുന്ന കാര്യമല്ല. രണ്ട് ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് അവരെ ആക്ഷേപിച്ചിരിക്കുകയാണ്. അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവര് ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി വിളിക്കുന്ന പരിപാടിയിൽ പോയാൽ ശരി, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിളിക്കുന്നിടത്ത് പോയാൽ തെറ്റ്. അത് പറയാൻ എൽ ഡി എഫിന് എന്താ അവകാശം? ഇപ്പൊ ബി ജെ പിയുടെയും സി പി എമ്മിന്റെ യോഗങ്ങളിലല്ലോ പോയിരിക്കുന്നത്. അപ്പൊ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ യോഗം എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന്റെയും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ യോഗം എന്ന് പറയുന്നത് സംസ്ഥാന ഗവൺമെന്റിന്റെയുമാണ്. അത് ആര് ഭരിക്കുന്നു എന്നുള്ളതല്ല. അവിടെ സഭാ മേലധ്യക്ഷന്മാർ പോയി അവരുടെ കാര്യങ്ങൾ പറയുകയോ അല്ലെങ്കിൽ അവരുടെ സംസാരിക്കുകയോ ചെയ്യുന്നത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്. അങ്ങനെ ചെയ്ത ഒരു കാര്യത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് സഭാ മേലധ്യക്ഷന്മാർ, ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ അപമാനിക്കുന്ന വിധത്തിലേക്ക് പ്രസ്താവന നടത്തിയ ശേഷം അതിൽ നിന്ന് പിന്നെ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് നാട് മുഴുവൻ ആവശ്യപ്പെടുമ്പം തിരുത്തലില്ല, ഞാൻ പിൻവാങ്ങില്ല എന്ന് മന്ത്രിയും സംഘവും പറയുകയാണ്. ഇപ്പം 3 വാക്ക് മാത്രം അതിൽ പിൻവലിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു കാര്യമൊന്നും അപ്പുറത്തേക്കില്ല. പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം. അപ്പൊ ഇത് വ്യക്തിപരമായ ഒരു സജി ചെറിയാന്റെ പ്രതികരണമായി മാത്രം ഞങ്ങൾ കാണുന്നില്ല. കേരള കോൺഗ്രസ് പാർട്ടി ശ്രീ പി ജെ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത് UDF, ഇത് LDF തലത്തിൽ പിന്നെ ഒരു മൗനാനുവാദത്തോടെ ഇത്തരം കാര്യങ്ങൾ നടക്കുകയാണോ എന്ന് സംശയിക്കേണ്ടി വരും. ഞങ്ങൾ അങ്ങനെയാണ് ഇതിനെ വിലയിരുത്തിയിരിക്കുന്നത്. കാരണം ഇപ്പം സജി ചെറിയാൻ പ്രതികരണം നടത്തി മന്ത്രി എന്ന നിലയിൽ, KT ജലീൽ MLA എന്ന നിലയിൽ പ്രചരണം നടത്തി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുന്ന വിധത്തിൽ തന്നെ കൊച്ചിയിൽ സംസാരിക്കുന്നു. അപ്പൊ ഇതെല്ലാം വന്നതിന് ശേഷം ഇന്ന് വളരെ ഗൌരവമേറിയ ചർച്ചകൾ ഇന്ന് നടക്കുന്നു, മാധ്യമങ്ങളിലെല്ലാം ചർച്ച വരുന്നു. അതെല്ലാം വന്ന ശേഷവും ഇത് തിരുത്തുന്നതിന് പകരം ഉച്ചയായപ്പോൾ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുന്നത് ഞാൻ ഈ 3 വാക്ക് പിൻവലിക്കുന്നു, പക്ഷെ ഞാൻ പറഞ്ഞിട്ട് തുറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രൈസ്തവ സഭ മേലധ്യക്ഷന്മാരെ അപമാനിച്ച ഈ നിലപാട് അവിടെ നിലനിൽക്കുകയാണ്. സമീപകാലത്ത് ഇല്ലാത്തതുപോലെ KCBC സർക്കാരുമായി സഹകരിക്കില്ല, അങ്ങനെ ഒരു പ്രഖ്യാപനമൊന്നും സമീപകാലത്തൊന്നും ഉണ്ടായതായിട്ട് കാണുന്നില്ല. അത്രത്തോളം മുറിവുള്ള ഒരു വിഷയമായിട്ടാണോ ഇതിനെ കാണേണ്ടത്? അല്ല, ഇത് തീർച്ചയായിട്ടും ഇത് ഗൗരവം, വളരെ മുറിവുള്ള ഒരു വിഷയം തന്നെയാണല്ലോ. ഇന്നത്തെ ദീപികയുടെ എഡിറ്റോറിയൽ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. കാരണം അത് സഭയുടെ ഒരു നിലപാടും കൂടെ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദീപികയുടെ എഡിറ്റോറിയൽ വന്നിരിക്കുന്നത്. മറ്റു മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് തന്നെ എല്ലാവരുടെയും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇത് വളരെ ഗൌരവമേറിയ ഒരു പ്രശ്നമായി മാറിയത് എന്തുകൊണ്ടാണ്? ഇത്രയും കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ മതേതരത്വത്തിന് വേണ്ടി നിൽക്കുകയും സമുദായ ഐക്യത്തിനും മനുഷ്യ സൗഹാർദ്ദത്തിനും എല്ലാം വേണ്ടി നിൽക്കുകയും ചെയ്യുന്ന ക്രൈസ്തവ സഭ വിശ്വാസത്തിന്റെ പാതയിൽ അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളോട് സഹകരിച്ചു നിന്ന് അവർ പോകുന്നത് രാഷ്ട്രീയമല്ല, അത് സഭയുടെ ഒരു ഉത്തരവാദിത്വമാണ്. സഭ അതിന് നിഷ്പക്ഷമായ നിലപാട് സ്വീകരിക്കുന്നതാണല്ലോ സഭയുടെ പാരമ്പര്യം. സഭയ്ക്ക് സഭയുടെ വിശ്വാസ പ്രമാണങ്ങളാണ് സഭ നിൽക്കുന്നത്. അങ്ങനെ നിന്ന് പോകുന്ന ഒരു ഘട്ടത്തിൽ, അല്ല ആ രീതിയിൽ പോകുമ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ വരുന്ന ഒരു നിർഭാഗ്യകരമായ സംഭവം ഉണ്ടായത് തിരുത്താൻ ഗവൺമെന്റ് തയ്യാറായില്ലെങ്കിൽ പിന്നെ KCBC എന്ത് പറയും? KCBC വെയിറ്റ് ചെയ്തല്ലോ. KCBC ഇന്ന് ഉച്ചവരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. വെയിറ്റ് ചെയ്തതിന് ശേഷവും പ്രസ്താവന വരുന്നത് നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു, 2-3 വാക്ക് മാത്രം മാറ്റുന്നു. അത് മറ്റൊരു അപമാനിക്കലായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. ഇതൊന്നും ഇവിടെ ആർക്കും എന്തും പറയാവുന്ന ഒരു നിലയിലേക്കാണ്. ക്രൈസ്തവ സഭയുടെ നേരെ ആർക്കും കയറി ഏത് രീതിയിലും എന്ത് രീതിയിൽ ആക്ഷേപിച്ചാൽ ഒരു കുഴപ്പമില്ല എന്ന് വരുന്നത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുത്താൻ ക്രൈസ്തവ സഭയ്ക്കും കടമയുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ ഞങ്ങൾക്കെല്ലാം കടമയുണ്ട്. ആ ദൌത്യം എല്ലാവരും ഏറ്റെടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരും. ഞങ്ങൾക്ക് ഒരു കാര്യത്തിൽ പ്രയാസമുണ്ട്. ഇത്രയും സംഭവവികാസങ്ങൾ ഉണ്ടായിട്ട് ഈ നിമിഷം വരെ ഫലപ്രദമായ ഒരു ഇടപെടൽ നടത്താൻ കേരള കോൺഗ്രസിന്റെ ഭാഗമായി നിൽക്കുന്ന ജോസ് വിഭാഗത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഏറ്റവും നിർഭാഗ്യകരമാണ്. ആ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഉരുണ്ട് കളിക്കുകയാണ്.
അവർ മറുപടി പറയാതെ രക്ഷപ്പെടുകയാണ്. ഇതൊക്കെയാണ് ഇന്ന് രാവിലെ എല്ലാവരും ആവശ്യപ്പെട്ടു. കേരള കോൺഗ്രസിന്റെ പ്രതികരണം പ്രതിപക്ഷ നേതാവ് മുതൽ ഞങ്ങളൊക്കെ പറഞ്ഞു. അവരെന്താ പ്രതികരണം? ഉച്ചവരൊന്നും വേണ്ടിയില്ല. സജി ചെറിയാന്റെ പ്രസ്ഥാനം വന്നു കഴിഞ്ഞപ്പോൾ അത് ഈ 3 വാക്ക് പിൻവലിച്ചല്ലോ എന്നൊരു ആശ്വാസം കണ്ടെത്തി ജോസ് വിഭാഗം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ രക്ഷപ്പെടാൻ വഴിയില്ല. ഇതുപോലെ ആക്ഷേപിച്ച വിഷയം ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് വളരെ ഗൌരവമുള്ള ഒരു പ്രശ്നം എന്ന നിലയിൽ സഭാ മേലധ്യക്ഷന്മാരെ ഒരു കാര്യവും ഇല്ലാതെ ആക്ഷേപിച്ച മണിപ്പൂർ വിഷയം പ്രധാനമന്ത്രിയോട് സംസാരിച്ചോ ഇല്ലയോ എന്നുള്ള വിവരം സജി ചെറിയാനാണ് അറിയാവുന്നത്. കേരളത്തിലെ മന്ത്രിമാർക്കാണ് അറിയാവുന്നത്. LDF എങ്ങനെ അറിയാനാണ്? അത് സഭാപിതാക്കൾ അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ആ വിഷയം സംസാരിച്ചിട്ടുണ്ട്, നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റ് അക്കാര്യത്തിൽ നടപടി എടുക്കുന്നില്ല എന്നതിൽ എല്ലാവർക്കും പ്രതിഷേധവുമുണ്ട്. പക്ഷേ അങ്ങനെ ഒരു നിലപാട് സഭാ നേതൃത്വം പരസ്യമായി പറയുമ്പോഴും അതിന്റെയൊക്കെ പേരിൽ സഭാ നേതൃത്വത്തെ അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതിയിലേക്ക് LDF മുന്നോട്ട് പോകുന്നു എന്ന് കണ്ടതുകൊണ്ടാണ്, തിരുത്താൻ തയ്യാറല്ല, നിലപാടിൽ അവർ ഉറച്ചു നിൽക്കുന്നു എന്ന് ആവർത്തിച്ച് പറയുന്ന സാഹചര്യത്തിലാണ് KCBC പറഞ്ഞത് ഗവൺമെന്റുമായി സഹകരിക്കില്ല എന്ന് പറഞ്ഞത്. ഗവൺമെന്റുമായി സഹകരിക്കില്ല എന്ന് അവർ പറഞ്ഞിരിക്കുന്ന ആശങ്ക തീർച്ചയായും സഭാ നേതൃത്വത്തോട് കേരളത്തിലെ UDF ചർച്ച ചെയ്യാൻ തയ്യാറാകും. ആ ആശങ്കകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന വിധത്തിൽ അവർക്കുണ്ടായിരിക്കുന്ന ഈ മുറിവ് തീർച്ചയായിട്ടും ഗൌരവമായി കണ്ടുകൊണ്ട് ഈ വിഷയത്തിൽ ഇടപെടാൻ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുള്ള നിലപാടുണ്ടാകുമെന്നതിൽ സംശയമില്ല. അതിൽ കേരള കോൺഗ്രസ് പാർട്ടി ശ്രീ PJ ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് നിൽക്കുകയും. ജോസ് കെ മാണിയുടെ വിശദീകരണത്തിലൊന്നും തൃപ്തരല്ല നിങ്ങൾ? ജോസ് കെ മാണി എന്ത് വിശദീകരിച്ചു? ഒന്നും വിശദീകരിച്ചില്ലല്ലോ. അദ്ദേഹം ഒന്നും വിശദീകരിക്കാൻ തയ്യാറായില്ല. അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ സഭാ നേതൃത്വത്തെ ആക്ഷേപിച്ചത് ശരിയല്ല, ഇത് പിൻവലിക്കാൻ ഗവൺമെന്റ് തയ്യാറാകണം, പരസ്യമായി മാപ്പ് പറയണം, ഇതൊക്കെ എല്ലാവരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അതൊന്നും പറയാതെ മന്ത്രി അതിനകത്ത് എല്ലാം മാറ്റം വരുത്തി 2-3 വാക്ക് പിൻവലിച്ചല്ലോ എന്ന് പറഞ്ഞ് തലയൂരി പോകാവുന്നൊരു വിഷയമാണോ ഇത്? ഒരിക്കലും അല്ലെന്നാണ് ഞങ്ങളുടെ നിലപാട്. ഈ ചാഴിക്കാടൻ വിഷയത്തിലും അവർ ഏതാണ്ട് അത് തണുത്തൊരു വിഷയമാണ്, അത് കഴിഞ്ഞ വിഷയമാണെന്നാണ് ഇന്ന് ജോസ് കെ മാണി. ഈ വിഷയം ഉണ്ടായ ശേഷം ആദ്യമായാണ് ജോസ് കെ മാണിയുടെ ഒരു പ്രതികരണം വരുന്നത് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്. അതിനെ എങ്ങനെയാണ് കാണുന്നത്? അല്ല, തോമസ് ചാഴികാടൻ കോട്ടയം MP എന്ന നിലയിൽ അദ്ദേഹം UDFന്റെ ഭാഗമായി ജയിച്ച MP ആയിരുന്നു. ഞങ്ങളെല്ലാം ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിച്ചു. അദ്ദേഹം ഇപ്പോൾ LDFിലേക്ക് പോയി. ഇടതുപക്ഷത്തിന്റെ MP ആണ് ഇപ്പം. ആ ഇടതുപക്ഷത്തിന്റെ MPയെ ഇടതുപക്ഷ നേതാക്കളെല്ലാം ഇരിക്കുന്നിടത്ത് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിലൊരു വലിയ ആക്ഷേപം അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത്. അങ്ങനെ ഒരു ആക്ഷേപം ഏറ്റുവാങ്ങിയതിന് ശേഷം മുഖ്യമന്ത്രി പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞത്, കോട്ടയത്ത് വെച്ച് തന്നെ പറഞ്ഞത്, കാര്യങ്ങളെല്ലാം MPക്ക് മനസ്സിലാകാതിരുന്നതുകൊണ്ട് സംഭവിച്ച പ്രശ്നങ്ങളാണ്, അതിപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുണ്ട്, അപ്പോൾ ആ കാര്യങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന നിലയിൽ പറഞ്ഞാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിശദീകരണം അതാണ് വന്നത്. ജോസ് വിഭാഗത്തിൻ്റെതായിട്ട് പാർട്ടിയുടെ ഒരു തരത്തിലുള്ള നിലപാടുകളും പുറത്തു വന്നില്ല. കേരള കോൺഗ്രസ് എമ്മിനെ ആകെ പ്രതികരിച്ച ശ്രീ PM മാത്യു ആണ്. പഴയ MLAയും പാർട്ടിയുടെ സീനിയർ നേതാക്കളുടെ ഒരാളാണ്. അദ്ദേഹം നടത്തിയ പ്രതികരണം ഇത് കേരള കോൺഗ്രസിന്റെ അന്തസ്സ് തകർത്ത അവസ്ഥയായിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുമാത്രമല്ല, KM മാണി സാറിനെ പോലെ നേതാവായിരുന്നെങ്കിൽ അത് കൈയോടെ തിരുത്തിച്ചേനെ. ഇതൊന്നും ചെയ്യാൻ പറ്റാതെ ഈ പാർട്ടി ഇതുപോലെ ഒരവസ്ഥയിലേക്ക് പോയത് കേരള കോൺഗ്രസ് എമ്മിനെ ഇല്ലായ്മ ചെയ്യുന്ന നടപടിയായി പോയി എന്ന് ശ്രീ PM മാത്യു പറഞ്ഞത് ശരിയാണ്. അത് കേരള കോൺഗ്രസുകാർക്ക് എല്ലാ അപമാനമായി പോയി. ഇത്രയും ദിവസം പിന്നിട്ടിട്ടും മുഖ്യമന്ത്രിയോ LDF നേതാക്കളോ ചാഴികാടനോട് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യമല്ല ഉദ്ദേശിച്ചത്. അത് പൊതുവായി അവിടുത്തെ ഒരു SC പറയും എന്തെങ്കിലും ഒരു ന്യായം പറഞ്ഞ് ഇതിനകത്തൊരു മറുപടിക്ക് പോലും ഈ നിമിഷം വരെ ആരും മുന്നോട്ട് വന്നിട്ടില്ല. അപ്പം ജോസ് വിഭാഗത്തിന് കിട്ടിയ തിരിച്ചടി, അല്ലെങ്കിൽ അവർ കർണക്കുറ്റിക്ക് അടി കിട്ടിയ പോലെ ഉണ്ടായ ആ സാഹചര്യം അതേപോലെ നിൽക്കുകയാണ്. പിന്നെ ആ വിഷയം അതെല്ലാം കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞാൽ ഒന്നും കഴിഞ്ഞിട്ടില്ല, അതൊക്കെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഇനി അതെല്ലാം ഇതുപോലെ ജനങ്ങളുടെ മുമ്പിൽ വീണ്ടും ചർച്ചയ്ക്ക് കൊണ്ടുവരേണ്ട ജോലി ഞങ്ങളിപ്പോൾ ഏറ്റെടുക്കേണ്ടി വരികയാണ്. കാരണം ആ പാർട്ടിക്ക് ഉണ്ടായ ഒരു അവസ്ഥയെക്കുറിച്ച് അവർക്ക് പോലും തിരിച്ചൊരു വാക്ക് പറയാൻ കഴിയാത്ത വിധത്തിൽ ഇതുപോലെ LDFിൽ ഭയപ്പെട്ടൊരു പാർട്ടി നിൽക്കുന്നു എന്നുള്ളതാണ് ആർക്കും കാണാൻ കഴിയുള്ളൂ. അത് ഞങ്ങൾക്ക് അതിൽ സങ്കടമുണ്ട്. എന്തായാലും മോൻസ് ജോസഫ്, അതാണ് LDFിൽ ഭയപ്പെട്ട് നിൽക്കുന്ന പാർട്ടി എന്നാണ് കേരള കോൺഗ്രസ് എമ്മിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത്. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G ശ്രീജിത്ത്, News 18 കോട്ടയം. ശ്രീ സജി മഞ്ഞക്കടമ്പിൽ ഇപ്പോൾ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. സജി, ഇപ്പോൾ വലിയ വിമർശനം ഉന്നയിക്കുകയാണ്. പക്ഷേ ഈ രണ്ടും കഴിഞ്ഞ വിഷയങ്ങളാണ്, കഴിഞ്ഞ അധ്യായമാണ് എന്നതാണ് പറയുന്നത്. മന്ത്രി പരാമർശങ്ങൾ പിൻവലിച്ചു. അത് അവർ തന്നെ, ക്രൈസ്തവ വിഭാഗങ്ങൾ, അതിന്റെ മേലധികാരികൾ, അധ്യക്ഷന്മാർ ഒക്കെ സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ ഇനി ഇത് വലിയ വിമർശനമായി ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ കാര്യമുണ്ടോ? ഹലോ, കേൾക്കാം, പറഞ്ഞോ. ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഇത് നമുക്കറിയാം. ഈ വിഷയത്തിൽ മന്ത്രി സജി ചെറിയാൻ
പറഞ്ഞത് മന്ത്രിസഭയുടെ അഭിപ്രായമല്ല, അല്ലെ LDFന്റെ അഭിപ്രായമല്ല എന്നൊക്കെ പറഞ്ഞ് ജോസ് കെ മാണിയും റോഷി അഗസ്റ്റിനും അവർ ഇങ്ങനെ സത്യത്തിൽ അത് നാടകം കളിക്കുക മാത്രമാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം, സഭാ മേലധ്യക്ഷന്മാരെ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ സഭയെയും സഭാ മേലധ്യക്ഷന്മാരെയും അധിക്ഷേപിച്ചിട്ടുള്ള ചരിത്രം ഇടതുപക്ഷത്തിനും പ്രത്യേകിച്ച് CPM-നും ഉണ്ട്. ഓർക്കുന്നുണ്ടാവും, കേരളത്തിലെ കത്തോലിക്ക ബിഷപ്പുമാരെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആളാണ് ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്നത്. അപ്പൊ അവരോടൊപ്പം കൂടിയിരുന്നു കൊണ്ട് വീണ്ടും ഇങ്ങനെ സഭയെ അധിക്ഷേപിക്കുന്ന മന്ത്രിമാർ മാറി മാറി അധിക്ഷേപിക്കുമ്പോൾ സജി മഞ്ഞക്കടമ്പിൽ അതിനുശേഷം പുഴയിലൂടെ എത്ര വെള്ളം ഒഴുകി പോയിരിക്കുന്നു എന്ന് പറയുന്നത് പോലെ എന്തൊക്കെ നടന്നിരിക്കുന്നു. അതിനുശേഷമാണല്ലോ ഈ മുന്നണി ബന്ധം പോലും ഒക്കെ ഉണ്ടായിരിക്കുന്നത്. ഇതിപ്പോൾ ഒരു പരാമർശം നടത്തി, അതിൽ മന്ത്രി ഖേദപ്രകടനം നടത്തി, പറഞ്ഞ മോശം പരാമർശങ്ങൾ പിൻവലിച്ചു. അത് സഭാ നേതൃത്വങ്ങൾ തന്നെ സ്വീകരിച്ചു. അവർ അടുത്ത വിരുന്നിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. നിങ്ങൾക്ക് മാത്രമാണോ പ്രശ്നം? അല്ല, വിരുന്നിൽ പങ്കെടുക്കണം. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഇവിടെ ആർക്കും ആരെയും തെറി വിളിച്ചിട്ട് ഒരു ക്ഷമ പറഞ്ഞാൽ തീരുന്നതാണോ? അല്ല, ഒരിക്കലും പ്രശ്നങ്ങൾ. ഞാൻ പറഞ്ഞത് ഇത് മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടാവാൻ പാടില്ലായിരുന്നു. ഒന്നെങ്കിൽ ഗവൺമെന്റ് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ മന്ത്രിയെ മന്ത്രിസ്ഥാനത്ത് മാറ്റി നിർത്തട്ടെ. ഇപ്പൊ ഈ സഭാ നേതൃത്വം അവർക്ക് സ്വാഭാവികമായും എന്താ പറയുക, ക്ഷമ പറഞ്ഞാൽ അത് ക്ഷമിക്കുക. കത്തോലിക്ക സഭ ക്ഷമിക്കാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ആ നിലയിൽ സഭാ മേലധ്യക്ഷന്മാർ ഒരു പക്ഷേ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പൊതുസമൂഹം, ഇതൊക്കെ വീക്ഷിക്കുന്ന പൊതുസമൂഹത്തിന് അറിയാം. ആ പൊതുസമൂഹം ശ്രദ്ധിക്കുന്നത് എന്താ, ജോസ് കെ മാണി എപ്പോഴും സഭയുടെ ആളാണെന്ന് പറഞ്ഞാണ് അദ്ദേഹം പറഞ്ഞു കിടക്കുന്നത്. അദ്ദേഹത്തിന് സഭയോടും അല്ലെങ്കിൽ സഭാ നേതൃത്വത്തോടും ഒന്നും പ്രത്യേകിച്ച് യാതൊരു കടപ്പാടും ഇല്ല എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ അധിക്ഷേപവുമായി മുന്നോട്ട് പോകുന്ന ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ പുറകെ അദ്ദേഹം പോയിരിക്കുന്നത്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ എന്താ പറയാനുള്ളത്? ആരെ അധിക്ഷേപിച്ചാലും കുഴപ്പമില്ല. അദ്ദേഹത്തിന്റെ സ്വന്തം പിതാവിനെ പോലും അധിക്ഷേപിച്ച കഥയെല്ലാം മറന്ന് അദ്ദേഹം അവിടെ പോയി കൂടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഇപ്പോഴും നമുക്കാർക്കും മനസ്സിലാകുന്നില്ല. നിങ്ങൾ ഉയർത്തുന്ന രണ്ട് വിഷയങ്ങളാണല്ലോ ചാഴിക്കാടിന്റെ പ്രശ്നം. പക്ഷേ ആ പ്രതിസന്ധി പ്രശ്നം എന്താണ് എന്ന് മനസ്സിലാക്കാൻ, ചർച്ച ചെയ്യാൻ പ്രത്യേക യോഗം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് ഒരു സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണല്ലോ. ഇതിപ്പോൾ സജി ചെറിയാൻ ഇങ്ങനെ ഒരു പരാമർശം നടത്തി. പക്ഷേ 1.5 ദിവസം പിന്നിടുമ്പോൾ അദ്ദേഹത്തിന് അത് തിരുത്തി പറഞ്ഞ് ഖേദം പ്രകടനം നടത്തേണ്ടി വന്നു. അത് മുന്നണിയുടെ ഭാഗമായ ഇവരുടെ കൂടി സമ്മർദ്ദത്തിന്റെ ഫലമായിരിക്കില്ലേ? എവിടെ ഖേദപ്രകടനം? അദ്ദേഹം തിരുത്തി, അത് പിൻവലിച്ചിരിക്കുന്നൊന്നുകൂടെ. അദ്ദേഹം ഒരു ഖേദവും പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഉറച്ചു തന്നെ നിൽക്കുക. തിരുത്തിയിരിക്കുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ ഒരു ഖേദപ്രകടനം നടത്തിയ ഞങ്ങൾ ആരും കണ്ടില്ല. ഞാൻ പറയുന്നത് എവിടെയാണ് ആ വാക്കുകൾ പിൻവലിക്കുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം അതിൽ തിരുത്തേണ്ടത് എന്താണ്? നിങ്ങളുടെ നിലപാട് എന്താണ്? മണിപ്പൂർ വിഷയത്തിൽ പിൻവലിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വാക്കുകൾ ആർക്കെങ്കിലും വാക്കുകൾ പിൻവലിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറഞ്ഞായിട്ട് ഞങ്ങളാരും കേട്ടില്ല. അപ്പൊ ഇതിനകത്ത് വേണ്ടത്, ഞാൻ പറയുന്നത്, കാലാകാലങ്ങളായി കത്തോലിക്ക സഭയെയും സമുദായത്തെയും അധിക്ഷേപിക്കുന്നവർക്ക് പിന്തുണയുമായി നിൽക്കുന്നവർ അവരാണ് ഇതിന് മറുപടി പറയേണ്ടത്. അവർ പറയട്ടെ. അവർ കത്തോലിക്ക സഭയുടെ അല്ലെങ്കിൽ വക്താക്കളായി ജോസ് കെ മാണിയൊക്കെ ചിലപ്പോൾ ചില പ്രസ്താവനകളൊക്കെ ഇറക്കുന്നത് കാണാം. അപ്പൊ അങ്ങനെ പ്രസ്താവന ഇറക്കുന്ന ആളുകൾക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് മന്ത്രി എടുത്ത അല്ലെങ്കിൽ മന്ത്രിയുടെ പരാമർശത്തെ സംബന്ധിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചോദ്യം ചെയ്യാൻ ഇവർക്ക് യാതൊരു തരത്തിലുള്ള ധൈര്യവുമില്ല. അവർ ചോദ്യം ചെയ്തിട്ടില്ല. ഇവർ മാധ്യമങ്ങളുടെ മുമ്പിലേക്ക് ഇങ്ങനെ പറയുന്നതിനപ്പുറത്ത് ഇടതുപക്ഷ ജനാധിപത്യം ഈ വിഷയത്തിന് പരസ്യമായി ഇദ്ദേഹം മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെടാൻ ജോസ് കെ മാണിക്കും കൂട്ടർക്കും അതിനുള്ള ശക്തിയില്ല, അതിനുള്ള ശേഷിയില്ല. അത്തരത്തിൽ മുന്നണി മര്യാദ എന്ന് പറയുന്നതൊന്നുണ്ടല്ലോ ശ്രീ സജി മഞ്ഞക്കടമ്പിൽ. മുന്നണിയെ പ്രതിസന്ധിയിലാക്കരുത്, അതിന്റെ കെട്ടുറപ്പിനെ ബാധിക്കരുത്, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അതിനുള്ളിൽ പറയണം. അതൊക്കെയല്ലേ മുന്നണി മര്യാദ. ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും സമ്മർദ്ദവും ഒക്കെ അവർ ഉള്ളിൽ നടത്തുന്നുണ്ടെങ്കിലോ, അതിന്റെ ഭാഗമാണെങ്കിലോ ഖേദപ്രകടനം? ഒരു വാർത്താ മാധ്യമങ്ങൾ നമ്മൾ കേട്ടോ ജോസ് കെ മാണി ഈ വിഷയത്തെ സംബന്ധിച്ച് അപലപിച്ചുവോ, അല്ലെങ്കിൽ ഇത് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത് തെറ്റായി പോയി, അല്ലെങ്കിൽ തിരുത്തണമെന്ന് ജോസ് കെ മാണി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയാനുള്ള ആംബിയറും ഇല്ല. ഇത് മുന്നണിയുടെ നിലപാടല്ല, പാർട്ടിയുടെ നിലപാടല്ല സജി ചെറിയാൻ പറഞ്ഞതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അല്ല, ഞാൻ പറഞ്ഞു മുന്നണിയുടെ നിലപാടല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി യോഗത്തിൽ അദ്ദേഹം ഈ വിഷയം സംബന്ധിച്ച് അഭിപ്രായം പറഞ്ഞതായിട്ട് ഞങ്ങൾക്കാർക്കും ബോധ്യപ്പെട്ടിട്ടില്ല. അതൊരു പത്രമാധ്യമങ്ങളിലൂടെ അത് ഇതുവരെ പുറത്തു വന്നിട്ടുമില്ല. അതായത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞു, ഇത് മുന്നണി നിലപാടല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ മുന്നണിയെ കൊണ്ട് അത് പറയിപ്പിക്കാൻ പറ്റിയിട്ടില്ല, പാർട്ടിയെ കൊണ്ട് അത് പറയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത്, ഞാൻ പറഞ്ഞല്ലോ, ഈ കത്തോലിക്ക സഭയെ അല്ലെങ്കിൽ പുരോഹിതന്മാരെ അല്ലെങ്കിൽ മതമേലധ്യക്ഷന്മാരെ സ്ഥിരമായി അധിക്ഷേപിക്കുന്ന ഒരു മുന്നണിയും പാർട്ടിക്കും ഒപ്പം നിൽക്കുന്ന ആളുകൾക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അവർക്ക് അധികാരമാണ് പ്രശ്നം. ആ അധികാരത്തിന് നിലനിർത്തുന്നതിന് വേണ്ടി ഏത് വിട്ടുവീഴ്ചയും ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, മാണി സാറിനെ ആക്ഷേപിച്ചു, മാണി സാറിനെ കുറ്റപ്പെടുത്തി ഗണേഷ് കുമാർ ഇപ്പൊ മന്ത്രിയായിരിക്കുന്ന ഗണേഷ് കുമാറിനെ അല്ലെങ്കിൽ ചുമക്കേണ്ട ഗതികേട് അവർക്കുണ്ടായിട്ടില്ലേ? ഗണേഷ് കുമാർ മാണി സാറിനെ എത്രയും ആക്ഷേപിച്ചു. ഞാൻ പറഞ്ഞു, ഇവർക്കൊന്നും മിണ്ടാൻ പറ്റില്ല. എന്തെങ്കിലും മിണ്ടിയാൽ കടക്ക് പുറത്തുനിന്ന് പിണറായി വിജയൻ പറയും. പക്ഷെ അവർക്ക് പോക്കടമില്ല, അല്ലെങ്കിൽ BJP-യിലേക്ക് പോകേണ്ടി വരും എന്നതുകൊണ്ട് അവർ മിണ്ടാതിരിക്കുക. ഇതാണ് യാഥാർത്ഥ്യം.
ശരി, അപ്പോൾ എന്താണ് നിങ്ങൾ പറയുന്നത്? അവിടെ മുന്നണിയുടെ സമ്മർദ്ദത്തിലാണ് ജോസ് കെ മാണിയും കൂട്ടരും. അങ്ങനെയാണെങ്കിൽ അവരെ നിങ്ങൾ ക്ഷണിക്കുകയാണോ ഇപ്പുറത്തേക്ക്? അല്ല, ഒരിക്കലും ക്ഷണിക്കുന്നില്ല. ആരാ ക്ഷണിക്കുന്നത്? ഇങ്ങോട്ട് ക്ഷണിക്കേണ്ട കാര്യവുമില്ല. ഇവരില്ലാതെ തന്നെ ഇപ്പൊ ഇവിടെ UDF ശക്തമായി തിരിച്ചു വരാൻ പറ്റുന്ന സാഹചര്യം കൂടി ഉണ്ട്. പിന്നെ ഇവരെ ക്ഷണിക്കേണ്ട കാര്യം ഞങ്ങൾക്കില്ല. അപ്പൊ ചില ആളുകൾ ആരെങ്കിലും ഒറ്റപ്പെട്ട് ക്ഷണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു താല്പര്യം ഉണ്ടാകുമോ? ഒരിക്കലും ഇല്ല. കേരള കോൺഗ്രസ്, ഞാൻ പറഞ്ഞല്ലോ, ഇവര് പോയത് കൊണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ആ ഇടതുപക്ഷ ജനാധിപത്യ താല്പര്യമുണ്ട് എന്ന തരത്തിലുള്ള ഇൻഡയറക്റ്റ് ആയിട്ടുള്ള പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഏതായാലും കേരള കോൺഗ്രസ് പാർട്ടി അതിനെ സ്വാഗതം ചെയ്യുന്നില്ല. പിന്നെ മറ്റാരെങ്കിലും ഒക്കെ സ്വാഗതം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഉണ്ടായിരിക്കും. അവർ തമ്മിൽ വേറെ എന്തെങ്കിലും അജണ്ടയുടെ ഭാഗമായിട്ടായിരിക്കാം സ്വാഗതം ചെയ്യുന്നത്, എനിക്കറിയില്ല. ഏതായാലും ഞങ്ങളുടെ പാർട്ടി ഇവരെ സ്വാഗതം ചെയ്യാൻ ആഗ്രഹിച്ചിട്ടില്ല, സ്വാഗതം ചെയ്തിട്ടില്ല. ചെയ്യാത്തതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് ഏറ്റവും കൂടുതൽ കഴിഞ്ഞ അല്ലെങ്കിൽ UDF ഭരണകാലത്ത് അല്ലെങ്കിൽ UDFനൊപ്പം നിന്ന് അതിനുശേഷം ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മാണിസാറിന്റെ മരണശേഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലേക്ക് ഈ പാർട്ടിയെ കൊണ്ട് അല്ലെങ്കിൽ കുറെ ആളുകളെ കൊണ്ടുപോയി അവർ പെടുത്തിയിട്ടുണ്ട്. അവരൊക്കെ തന്നെ തിരികെ UDFിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് പ്രവർത്തകർ. അപ്പൊ ആ നിലയിൽ ഈ നേതാക്കന്മാരെ ഇനി തീർച്ചയായും UDFിലേക്ക് എടുക്കണോ അല്ലെങ്കിൽ സ്വാഗതം ചെയ്യണോ സാഹചര്യമില്ല. അല്ലാതെ തന്നെ UDFിലൂടെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും അല്ലെങ്കിൽ അസംബ്ലി തെരഞ്ഞെടുപ്പിലും വിജയിക്കാവുന്ന സാഹചര്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾക്ക് നിലവിൽ ഇവരുടെ ആവശ്യമില്ല. അവർക്ക് ഇനി കടന്നു വരണമെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ മുന്നണിക്കകത്ത് നിന്ന് ചവിട്ടും തുപ്പും അല്ലെങ്കിൽ ഏറ്റു നിൽക്കുന്നു. ഇപ്പൊ നമുക്ക് തോമസ് ചാഴികാടൻ റബ്ബർ വിഷയം പറഞ്ഞപ്പോൾ ആ റബ്ബർ വിഷയത്തിനെതിരെ അല്ലെങ്കിൽ ശക്തമായി അല്ല MP-ക്കെതിരെ അവിടെ മുഖ്യമന്ത്രി ഈ പരുഷമായ ഭാഷയിൽ സംസാരിച്ചു. ആ വിഷയം പരിഗണിക്കാൻ യോഗം വിളിച്ചു. എന്ത് പരിഹാരമുണ്ടായി? റബ്ബറിന് വില കൂടിയോ? റബ്ബറിന് വില കൂട്ടിയോ? സിന്തറ്റിക് ട്രാക്കിന് പണം അനുവദിച്ചോ? എന്താണ്? വിഷയത്തിലേക്ക് ശ്രദ്ധ തിരിയുന്നുണ്ടല്ലോ. അതല്ലേ ഒരു യോഗം വിളിക്കുന്നില്ല. പെട്ടെന്നൊരു തീരുമാനം ഉണ്ടായിട്ടില്ല എങ്കിൽ പോലും റബ്ബർ കൃഷിക്കാരുടെ പ്രതിനിധികളാണെന്ന് പറയുന്ന ഇവർക്ക് എന്തെങ്കിലും സ്വാധീനം ഈ മന്ത്രിസഭയിൽ ഉണ്ടെങ്കിൽ റബ്ബറിനെ താങ്ങുക 300 രൂപ ആക്കട്ടെ, അല്ലെങ്കിൽ പാലായിലെ സിന്തറ്റിക് ട്രാക്കിന് ഒരു 10 കോടി രൂപ അനുവദിക്കട്ടെ. അങ്ങനെയല്ല അവർ പറഞ്ഞത്. ആ സിന്തറ്റിക് ട്രാക്കിന് ഇത്തരത്തിലുള്ള മറ്റ് അല്ലെങ്കിൽ സ്പോർട്സ് ആവശ്യങ്ങൾക്കല്ലാതെ കൊടുക്കരുത് എന്നുള്ള മാനദണ്ഡം അല്ലെങ്കിൽ നിയമം നിലനിൽക്കുമ്പോൾ അതിനെ മറികടന്ന് ആ സിന്തറ്റിക് ട്രാക്കിനെതിരെ സമ്മേളനം വെച്ചപ്പോൾ എന്താ അവർ പറഞ്ഞത്? കേരളത്തിന് മുഖ്യമന്ത്രി പാലായി വരുമ്പോൾ സിന്തറ്റിക് ട്രാക്കിന് പുതിയ പണം 10 കോടി രൂപ അനുവദിക്കുമെന്നാണ് പറഞ്ഞത്. 1 കോടി രൂപ അനുവദിച്ചില്ല എന്ന് മാത്രമല്ല ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചതിനെ പോലും അദ്ദേഹം തള്ളിപ്പറയുകയത്. അപ്പൊ ഇവർക്ക് ഇതിനകത്തൊരു സ്വാധീനമില്ല. ഇവർക്ക് ഇവരുടെ മന്ത്രിസ്ഥാനം നിലനിർത്തുക, ആ മുന്നണിയുടെ ഭാഗമായി നിൽക്കുക, അതിനപ്പുറത്തൊന്നുമില്ല. AKG സെന്ററിൽ നിന്നും അല്ലെങ്കിൽ CPM-ന്റെ നേതൃത്വത്തിൽ നിന്നും പറയുന്ന കാര്യങ്ങൾ നടത്തുക, അതിനപ്പുറത്തൊന്നുമില്ല. അപ്പൊ UDF ആയിരുന്നെങ്കിൽ ഇവർക്ക് വലിയ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സ്വാതന്ത്ര്യമില്ലാതെ കഷ്ടപ്പെടുന്നു. അവരെ ഞങ്ങൾക്ക് ദുഃഖം മാത്രമേ ഉള്ളൂ. ശരി, ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ കൂടി നമുക്കൊപ്പം ചേരുകയാണ്. തുടരുക ശ്രീ സജി മഞ്ഞക്കടമ്പിൽ. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ, ജോസ് കെ മാണി വിഭാഗം മുന്നണിയിൽ ശബ്ദിക്കാൻ കഴിയാതെ, അഭിപ്രായം പുറത്തു പറയാൻ കഴിയാതെ നിൽക്കുന്നു. പല വിഷയങ്ങളുണ്ടായി. ഇപ്പോൾ ചാഴിക്കാടിന്റെ വിഷയം, ഒപ്പം തന്നെ അതിന് പിന്നാലെ ഇപ്പോൾ ഈ ബിഷപ്പുമാർക്കെതിരായ സജി ചെറിയാന്റെ പരാമർശം, അതിലൊന്നും അഭിപ്രായമോ നിലപാടോ പോലും പറയാൻ പറ്റുന്നില്ല എന്നൊക്കെയുള്ള വിമർശനമാണ്. മുന്നണിക്ക് അടിപ്പെട്ട് നിൽക്കുന്നു എന്നാണ് പറയുന്നത്. ആ വിമർശനം തികച്ചും തെറ്റാണ്. കേരള കോൺഗ്രസ് അഭിപ്രായം പറയേണ്ട വേദികളിൽ അഭിപ്രായം പറയുന്നുണ്ട്, ഭരണത്തിൽ ഇടപെടേണ്ട രീതിയിൽ ഇടപെടുന്നുണ്ട്. അതാണ് അതിന്റെ ഒരു വസ്തുത. ഇപ്പോ ഈ സജി ചെറിയാന്റെ വിഷയത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാനും മന്ത്രിയും അക്കാര്യത്തിൽ പാർട്ടിയുടെ നിലപാട് സുവ്യക്തമായി വ്യക്തമാക്കിയിട്ടുണ്ട്. സജി ചെറിയാന്റെ പരാമർശങ്ങൾ തികച്ചും അനവസരത്തിലുള്ളതും ആവശ്യമില്ലാത്തതുമാണ് എന്നും അത് ഗവൺമെന്റിന്റെ മുന്നണിയുടെ നിലപാടല്ല എന്നും കേരള കോൺഗ്രസ് അത് ഒരു നിലയിലും അംഗീകരിക്കുന്നില്ല എന്നും പാർട്ടി വ്യക്തമാക്കുകയും അതുപോലെ തന്നെ അദ്ദേഹം തന്നെ ആ നിലപാട് തിരുത്തിയിട്ടുണ്ട്. അദ്ദേഹം തന്നെ ആ നിലപാട് തിരുത്തുകയും ഖേദം പ്രകടിപ്പിക്കുകയും ആ വാക്കുകൾ പിൻവലിക്കുകയും ചെയ്തു. പിന്നെ അത് വീണ്ടും വിവാദമാക്കുന്നതും കേരള കോൺഗ്രസിനെതിരെ തിരിച്ചുവിടുകയും ചെയ്യുന്നത് തികച്ചും രാഷ്ട്രീയരഹിതമായ ഒരു സമീപനം എന്നതിനപ്പുറം അതിന് യാതൊരു കഴമ്പും കാര്യവുമില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു വസ്തുത. മുന്നണി യോഗത്തിൽ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് എന്നതാണോ താങ്കൾ പറയുന്നത്? മുന്നണി യോഗങ്ങൾ മാത്രമല്ല, പൊതുവേദികളിലും പറയേണ്ടതിനകത്ത് മുന്നണി മര്യാദയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പറയേണ്ടത് പറയുന്നത്. ഇക്കാര്യത്തിൽ സജി ചെറിയാൻ പുറപ്പെടുവിച്ച പ്രസ്താവന, ഈ സജി ചെറിയാന്റെ വിഷയത്തിലാണെങ്കിൽ ജോസ് കെ മാണി അത് പാർട്ടി നിലപാടല്ല എന്ന ഒരു കാര്യം മാത്രമാണ് പറയുന്നത്. പാർട്ടിയുടെയും മുന്നണിയുടെയും നിലപാടല്ല എന്നും പാർട്ടിക്കും മുന്നണിക്കും സഭാ നേതൃത്വത്തോട് ആദരവാണുള്ളതെന്നും ഈ പരാമർശം തെറ്റാണ് എന്നും വ്യക്തമാക്കിയിട്ടുള്ളതാണല്ലോ. അതിന്റെ ഒരു വെളിച്ചത്തിലാണല്ലോ സജി ചെറിയാൻ ആ പരാമർശം പിൻവലിക്കുകയും ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തത്.
അപ്പൊ പിന്നെയും അത് വീണ്ടും വിവാദമാക്കാൻ ശ്രമിക്കുന്നവരുടേത് രാഷ്ട്രീയ ദുഷ്ടലാക്ക് എന്നുള്ളതിനപ്പുറം എന്ത് രാഷ്ട്രീയ ദുഷ്ടലാക്ക് എന്നാണ് പറയുന്നത്? അവർ പറയുന്നു നിങ്ങൾ ഒപ്പമില്ലാതെ തന്നെ തെരഞ്ഞെടുപ്പുകളിലായാലും എന്തിനേയും നേരിടാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് മറുപക്ഷത്ത് ഉള്ളത് എന്ന് പറയുന്നു. അല്ല, ഞങ്ങള് ഒപ്പം ഇല്ലല്ലോ, ഞങ്ങൾ ഇടതുപക്ഷത്തിന്റെ ഒപ്പമാണല്ലോ. അപ്പൊ പിന്നെ ഞങ്ങളൊപ്പമില്ലെങ്കിലും നേരിടാൻ തയ്യാറുണ്ടെന്ന് അവർ പറയുന്നത് തികച്ചും ബാലിശമായ ഒരു വാദമല്ലേ? ഞങ്ങൾ പിന്നെ അവരുടെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ എന്താണ് എന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? കേരള കോൺഗ്രസിനെ ആക്രമിക്കുക, കേരള കോൺഗ്രസിനെ ദുർബലപ്പെടുത്തുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യം. അപ്പൊ തെറ്റായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഇവർ ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. അതുപോലെ ഈ ഗവൺമെന്റിൽ അധികാരത്തിലിരുന്നു കൊണ്ട് നമ്മുടെ ബഫർ സോണിന്റെ വിഷയത്തിലാണെങ്കിലും ഇടുക്കിയിലെ ഭൂപതിവ് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യുന്ന കാര്യത്തിലായാലും ഒക്കെ ഈ ഗവൺമെന്റ് എടുത്ത നിലപാടുകളിലേക്ക് ഗവൺമെന്റിനെ കൊണ്ടുവരാൻ കേരള കോൺഗ്രസിന്റെ ഇച്ഛാശക്തിയുള്ള രാഷ്ട്രീയ ഇടപെടലുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുള്ളത് എല്ലാവരും അംഗീകരിക്കാനുള്ള യാഥാർത്ഥ്യമല്ലേ? ഓക്കെ, ജി ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, മുന്നണിയിൽ ഭയപ്പെട്ട് നിൽക്കുന്നു എന്ന ആരോപണം ജോസ് വിഭാഗത്തിനെതിരെ ഉയർത്തുന്നു. ഇത് രാഷ്ട്രീയ ഗൂഢാലോചനയാണ് എന്നതാണ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ പറയുന്നത്. ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് വേണമോ നമ്മൾ കരുതാൻ? അത് കൂടുതൽ എസ്കലേറ്റ് ചെയ്തു പോകാനുള്ള ഒരു സാഹചര്യമാണോ ശ്രീജിത്ത് കാണുന്നത്? ഇരു വിഭാഗവും തമ്മിലുള്ള പോര് ശക്തമായി തുടരും. അത് ചരിത്രത്തിന്റെ ഭാഗമായി ഉള്ളത് തന്നെയാണ്. എന്തായാലും മോൻസ് ജോസഫ് ഉന്നയിച്ച ആരോപണങ്ങൾ UDF-ന് കിട്ടിയ ചില ആയുധങ്ങളാണ്. അതവർ ചൂണ്ടിക്കാട്ടുന്നു. പ്രത്യേകിച്ച് സമീപകാലത്ത് ചാഴിക്കാട്ടിനെതിരായ സംഭവം, ഒപ്പം തന്നെ ഈ സജി ചെറിയാന്റെ പരാമർശങ്ങൾ, റബ്ബർ വില, ഇതെല്ലാം റബ്ബറിന്റെ താങ്ങുവില നൽകുന്നു, വില സ്ഥിരതാ ഫണ്ടുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, ഇതെല്ലാം ആയുധമാക്കുകയാണ് മോൻസ് ജോസഫ് വിഭാഗം. അവര് ഇത് ഉന്നയിച്ചുകൊണ്ട് 13-ാം തീയതി കോട്ടയത്തേക്ക് ലോങ് മാർച്ച് നടത്തുന്നുണ്ട്. ഇതെല്ലാം നിലനിൽക്കുകയാണ്, ഈ ഒരു ഭയപ്പെട്ട് നിൽക്കുകയാണ് എന്ന ഗുരുതരമായ ആരോപണം കൂടി മോൻസ് ജോസഫ് ഉയർത്തിയത് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ളത്. എന്തായാലും ഇതിനെയൊക്കെ മറികടക്കുക, ഈ വിവാദങ്ങളെ മറികടക്കുക, സമരത്തിലൂടെയും നടപടികളിലൂടെയും ഇതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ തന്നെയായിരിക്കും ജോസ് കെ മാണിയും ഒപ്പമുള്ളവരും ആലോചിക്കുന്നത്. സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് വൈകുന്നേരം ഏതാണ്ട് 3 മണി വരെയെങ്കിലും യോഗം ഉണ്ടാകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഇക്കാര്യത്തിലുള്ള നിലപാടുകൾ അവർ വ്യക്തമാക്കും. എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യുമെന്നാണ് ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച എന്ന നിലയിൽ തന്നെ ഇതിനെ കാണണം. ജി ശ്രീജിത്താണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ ജോസ് കെ മാണിയുടെ പ്രതികരണം ഇതേ വിഷയത്തിൽ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. അതിലേക്ക് എല്ലാ ദിവസവും വിവാദങ്ങളുണ്ടല്ലോ. ആ വിവാദങ്ങൾ പലതും മാധ്യമങ്ങളൊക്കെ സൃഷ്ടിക്കുകയാണല്ലോ. അപ്പം നമുക്ക് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യും. വിവാദങ്ങൾ മാധ്യമങ്ങൾ സൃഷ്ടിക്കുന്നു എന്നതാണ് അദ്ദേഹം പറയുന്നത്. ഒറ്റ വരിയിലുള്ള ഒരു പ്രതികരണം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, നിങ്ങൾ മുന്നണിയിൽ വിധേയപ്പെട്ട് നിൽക്കുകയാണ് എന്നതാണ് ഉയരുന്ന പ്രധാന ആക്ഷേപം. തോമസ് ചാഴിക്കാടിനെ പരസ്യമായി മുഖ്യമന്ത്രി ആ രീതിയിൽ അപഹസിച്ചിട്ടും പരിഹസിച്ചിട്ടും കുറ്റം പറഞ്ഞിട്ടും നിങ്ങൾക്ക് അതിലൊന്നും ശബ്ദമുയർത്താൻ കഴിയുന്നില്ല. ഒപ്പം നിങ്ങളുടെ ഏറ്റവും വലിയ വിഷയം, അല്ലെങ്കിൽ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് ആയിട്ടുള്ള ക്രൈസ്തവ സമൂഹത്തിനാകെ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ അതിന്റെ മതമേലധ്യക്ഷന്മാരെ അധിക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ പോലും ശക്തമായി അതിനോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ഇതാണ് ഉയരുന്ന ആക്ഷേപം. അങ്ങനെ ഒരു വിധേയപ്പെടൽ നിങ്ങളെ സംബന്ധിച്ചുണ്ടായിട്ടുണ്ടോ? ഒരിക്കലുമില്ല. കേരള കോൺഗ്രസ് അതിന്റെ വ്യക്തിത്വവും രാഷ്ട്രീയ നിലപാടുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ നയങ്ങളും തീരുമാനങ്ങളുമാണ് എന്നും എടുത്തിട്ടുള്ളത്. അത് ഇന്നലകളിൽ മാണി സാറിന്റെ നേതൃത്വത്തിലാണെങ്കിലും ഇന്ന് ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലാണെങ്കിലും അതേ നിലപാടുകൾ തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതിൽ വെള്ളം ചേർക്കുന്ന യാതൊരു സമീപനവും കേരള കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ സജി ചെറിയാന്റെ പ്രസ്താവനയെ തള്ളിപ്പറയാൻ ലവലേശം ആശങ്ക കൂടാതെ തള്ളിപ്പറയാനായിട്ട് തയ്യാറായത്. ഒരു പൊതു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി പോകുന്നു എന്നതിനപ്പുറം പാർട്ടിയുടെ കർഷക മേഖലയോടുള്ള പ്രതിബദ്ധതയായാലും ശരി, മറ്റു തര ജനകീയ വിഷയങ്ങളിലുള്ള പാർട്ടിയുടെ നിലപാടുകളിലായാലും ശരി, ഒരു തരിമ്പും വെള്ളം ചേർക്കാതെയുള്ള തികച്ചും കൃത്യമായ നിലപാട്. ഇവിടെ ഇപ്പോൾ ഇടതു മുന്നണിയിൽ നിങ്ങൾ ഭയപ്പെട്ട് നിൽക്കുകയാണ്. അഭിപ്രായം പറഞ്ഞാൽ അപ്പോൾ നിങ്ങളെ ചവിട്ടി പുറത്തു കളയും
എന്ന ഒരു സാഹചര്യമാണ് നിങ്ങൾ നേരിടുന്നത് എന്ന് സജി മഞ്ഞക്കടമ്പിൽ ഉൾപ്പെടെയുള്ളവർ അല്പം മുമ്പ് പറഞ്ഞു. അങ്ങനെ ഒരു ഭയപ്പാടിന്റെ സാഹചര്യം നിങ്ങളെ സംബന്ധിച്ചുണ്ടോ? നിങ്ങളൊരു അനിവാര്യരല്ല മുന്നണിക്ക് എന്നൊരു തോന്നലുണ്ടോ നിങ്ങൾ? മറുപടി പോലും അർഹിക്കാത്ത ഒരു പ്രസ്താവനയാണത്. മറുപടി പോലും അർഹിക്കാത്ത ഒരു പ്രസ്താവനയാണിത്. നല്ല നിലയിൽ കേരള കോൺഗ്രസ് പാർട്ടി ഇടതുപക്ഷ മുന്നണിയിൽ ഇന്ന് പോകുന്നുണ്ട്. പാർട്ടിക്ക് അർഹമായ കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട്. പാർട്ടി പറയുന്ന അഭിപ്രായങ്ങൾക്ക് മുന്നണി വില കൽപ്പിക്കാറുണ്ട്. അതനുസരിച്ചുള്ള നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഇതിലുപരി ഈ പറയുന്ന ആക്ഷേപങ്ങളൊക്കെ തികച്ചും ബാലിശമായ രാഷ്ട്രീയ ഗൂഢലക്ഷ്യത്തോടെയുള്ള വാദഗതികൾ എന്നതിനപ്പുറം ഒരു കഴമ്പും ഒരു അടിസ്ഥാനവുമുള്ള കാര്യമല്ല. അത് നിഷ്പക്ഷമായി രാഷ്ട്രീയ രംഗം വിലയിരുത്തുന്ന എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയ പ്രതിയോഗികളുടെ ഒരു വാദമുഖം എന്നുള്ളതിനപ്പുറം അതിലേക്ക്